ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. 186.65 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ചാർട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ചാർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സമയം ഓപ്പണിങ്ങിൽ എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ ഇപ്പോൾ ശരിയായി. അതൊരു പുൾ ബാക്കിന് ശേഷം ഒരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബൈയിങ് പ്രഷർ നല്ല രീതിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 25,350 എൻട്രി നമുക്ക് എടുക്കാം. $25,350 കോൾ ഓപ്ഷൻ. ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 6.5 CR 6.54 CR ആണ്. ഇപ്പം നമ്മൾ 200 ലോട്ട്സ് ആണ് പെർ എൻട്രിയിൽ എടുക്കുന്നത്. മന്ത്ലി എക്സ്പയറി ജാനുവരി, മന്ത്ലി എക്സ്പയറി 27ൻ്റെ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ലെഗ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുക. റൈറ്റ് അവേ നമ്മൾ എടുക്കുന്ന മുഴുവൻ ക്വാണ്ടിറ്റിയും ഒരേ സമയത്ത് ആഡ് ചെയ്യാറില്ല. അപ്പോൾ തുടർന്ന് വീഡിയോസ് വാച്ച് ചെയ്തിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് എങ്ങനെയാണെങ്കിലും എടുത്തു കഴിഞ്ഞാലൊരു പുൾ ബാക്ക് വരും. അപ്പോൾ ആ പുൾ ബാക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ലെഗ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ നല്ല ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ 1-2 ലോട്ട്സ് എടുക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ എടുക്കാറുള്ളത് നേക്കഡ് പൊസിഷൻസ് ആണ്. മോസ്റ്റ്ലി നേക്കഡ് പൊസിഷൻസ് എടുക്കുമ്പോൾ വെരി റിസ്ക്കിയാണ്. റിസ്ക് വളരെ ഹൈ ആണ്, അതിനനുസരിച്ച് റിവാർഡും ഹൈ ആണ്. അത്രയും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ പോസിബിൾ ആവുകയുള്ളൂ. പക്ഷെ അതേസമയം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റേതായ ഒരു മൈൻഡ് സെറ്റും അതിൻ്റേതായ ഒരു പേഷ്യൻസും നമുക്ക് നമ്മുടെ അനാലിസിസിൻ്റെ ഒരു ഡെപ്തും അത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആരും ആ രീതിയിൽ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ആ ഒരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡേ ഹൈ വന്നിട്ടുള്ളത് 25,350 ഡേ ഹൈ 142 ആണ്. ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനിയൊരു ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 100ൻ്റെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലും ഇന്നലത്തെ ഒരു റിക്കവറി നമ്മൾ എല്ലാവരും കണ്ടതാണ്. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ വളരെ വലിയൊരു ഫോൾ നമുക്ക് കാണാൻ സാധിച്ചു ഓപ്പണിങ്ങിൽ. ആ ഒരു ട്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ട്രേഡ്സ് ഞാൻ ചെയ്തു. ആ ട്രേഡ്സ് ഒന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ഇന്നലെ 5.7 CRലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഓപ്പണിംഗ് 6.5 CR ആണ്. അപ്പോൾ അത്രയും പ്രോഫിറ്റ്സ് ഞാൻ ഇന്നലത്തെ മൂവ്മെൻറ്റ് മുഴുവനായിട്ടും യൂട്ടിലൈസ് ചെയ്ത ആ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ക്യാപിറ്റൽ ഗ്രോത്ത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ വന്നതിന് ശേഷം ഒരു മാർക്കറ്റ് ഫോൾ ആയതിനു ശേഷം പിന്നെ റിക്കവർ ചെയ്യുന്നത് കാണാൻ സാധിച്ചു. വളരെ കണ്ടിന്യൂസ് ആൻഡ് ഷാർപ്പ് റിക്കവറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുൾ ബാക്കാണ് ഇന്നലെ ക്ലോസിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 1 മണിക്ക് ശേഷം ഒരു 2 മണി ഒരു 1 hour ഉണ്ടായിരുന്നു. അതിനുശേഷം സൈഡ് വേസിലേക്ക് പോകുന്നതും കണ്ടു. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മേ ബി ഒരു ഹൈയിലേക്കൊരു ബ്രേക്ക് ഔട്ട് ഓർ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ഈ ഒരു പൊസിഷനിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഡേ ഹൈയിലേക്ക് വരുന്നുണ്ട്. 142 ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, ഹയർ ഹൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു 155 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് 155 ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ
ഹൈ ഇന്നലത്തെ ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ് 1655 എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെറും 1.7 CR മാത്രമേ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറവാണെന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ മാർജിൻ 4.78 CR ഉണ്ട് എന്നുള്ളതാണ്. യെസ്, എക്സാക്ട്ലി 155 വന്നു നമുക്ക് ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ആ ഒരു ട്രേഡ് ചെയ്തു. കൂടുതൽ പ്രഷറിലേക്ക് നമ്മൾ പോയില്ല. നമ്മൾ വളരെ ക്ലാരിറ്റി നമ്മുടെ ഒരു അനാലിസിസിൽ നമ്മുടെ ഒരു വ്യൂ കൃത്യമായിരുന്നു. ആ ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓപ്പണിങ്ങിൽ ചെറിയൊരു പുൾ ബാക്ക് വന്നു. അവിടെ തന്നെ നമുക്ക് കാണാം പുൾ ബാക്കിന് ശേഷം ഒരു ചെറിയൊരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്ത് അവിടെ ഒരു ഇൻസൈഡ് ബാറും കൺസോൾട്ടേഷനും ഉണ്ടായിരുന്നു ഒരു 2-3 മിനിറ്റ്സ്. അതിനുശേഷം മുകളിലേക്ക് വന്നു. ഡേ ഹൈ ലെവൽ സ്പോട്ടിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് നമ്മൾ മനസ്സിലാക്കി. ആ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ ചെയ്തു. വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഒരു വ്യൂ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അപ്പ് മൂവ് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്, വലിയൊരു അപ്പ് മൂവാണ് വന്നിട്ടുള്ളത്. 11 മണി മുതൽ 1 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ചെറിയ ചെറിയ പുൾ ബാക്ക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു പുൾ ബാക്ക് മാത്രമാണ് ഇന്നലെ നമുക്ക് 1 മണിക്ക് ശേഷം കാണാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാതെ തന്നെ ഈ ഒരു പൊസിഷൻ ചെയ്തു. മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസും കൂടെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ 155 നമ്മൾ ബുക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു 155-നേക്കാളും കുറച്ചുകൂടി പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. 156.50 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്സ് എന്തായാലും. ഏതാണ്ട് നമ്മളൊരു 30 lakhs ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വളരെ നല്ല പ്രോഫിറ്റ്സ് ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മളതുപോലെ ബുക്ക് ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി എടുക്കാം. നമുക്ക് 25,350 പകരം നമുക്ക് 400 നോക്കാം. സ്ട്രൈക്ക് പ്രൈസ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. $25,400 കോൾ ഓപ്ഷൻ. ഒരു മൊമെൻറ്റം വൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ അഗ്രസീവായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ മടിച്ചോ അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ എനിഹൗ നമ്മളെ മാർക്കറ്റ് നമ്മൾ ഹയർ ലെവൽസിൽ എൻ്റർ ചെയ്യിപ്പിക്കും. അതെപ്പോഴും എല്ലാ ട്രേഡേഴ്സിനും അനുഭവപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എത്ര തന്നെ നമ്മൾ എൻ്റർ ചെയ്യില്ല, ഹൈ ആണ്, പേടിയാണ്, അല്ലെങ്കിൽ ഇത് തിരിച്ച് താഴേക്ക് വന്നാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ട്രേഡ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാതിരുന്നാലോ അത് ഹയർ ലെവൽസിലേക്ക് നമ്മളിപ്പോൾ 150, 140 നമ്മൾ എൻ്റർ ചെയ്തു. 140ക്ക് പകരം അത് 160, 190 ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വന്ന് നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൊരു കാര്യം കൺഫേം ആണ്. യെസ്, നമുക്കൊരു 7 lakhs ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തു. ഗുഡ്. 8 lakhs നമ്മൾ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു മൊമെൻറ്റം വരുന്നു, നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു അനാലിസിസും അതുപോലെ തന്നെ നമുക്ക് ഒരു നോളേജ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ആ നോളേജ് ഉണ്ടാക്കിയതിന് ശേഷം, ഓൾറെഡി നോളേജ് നല്ല രീതിയിലുണ്ട്, നമ്മുടെ ലെവൽസും അനാലിസിസും ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ വൺസ് ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിയർലെസ്സായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഫിയർലെസ്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു മൊമെൻറ്റം എടുത്തു കഴിഞ്ഞു. മേ ബി നമ്മളിത് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും മൊമെൻറ്റം കണ്ടിട്ട് ഇനിയും ഇത് മുകളിലേക്ക് പോകുമോ, അപ്പോൾ അത്രയും പ്രോഫിറ്റ് നമുക്ക് നഷ്ടമാവുമോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ, ഫോമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹയർ ലെവൽസിൽ ഇനിയും ഹയർ ലെവൽസിൽ തന്നെ കയറും. ഇപ്പോൾ ഇവിടെ നിന്നും 25,400 പകരം അതൊരു 500 വന്നാൽ അവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യും.
അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാതിരിക്കാൻ ഒരിക്കലും ആസ് എ ട്രേഡർ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് കാണുകയാണെങ്കിൽ എൻ്റർ ചെയ്യാം. അത് നമ്മുടെ എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യുക. എക്സിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് ചെയ്ത ആ പൊസിഷൻസിന് കൂടുതൽ റിസ്ക് എടുക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമുക്കുള്ള ഒരു നോളേജിൻ്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരാളെയും ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ അതേസമയം നമ്മുടെ ആ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വെച്ചിട്ടുള്ള ട്രേഡ്സ് എപ്പോഴും ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം വന്നു ഉടനെ നമുക്ക് ട്രേഡ് എടുത്ത് നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. 2 ട്രേഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പണിങ്ങിൽ തന്നെ ഡേ ലോ ലെവൽ എന്നൊരു മൊമെൻറ്റം വന്നു. അതിനുശേഷം ഈ ഒരു ബ്രേക്കൗട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ബ്രേക്കൗട്ട് വന്നു. ബ്രേക്കൗട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്കൗട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഹയർ ഹൈ നമ്മൾ ട്രേഡ് ചെയ്തു. അപ്പോൾ ഇനിയും മൊമെൻറ്റം വന്നാൽ ഇനിയും നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ സിമ്പിളായിട്ട് വെക്കുകയാണെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ആക്കാതെ, നമ്മുടെ ഒരു ചാർട്ടിൽ ഒരു ഇതും നമ്മുടെ കയ്യിലില്ല, ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളൊന്നും. ഇതേപോലത്തെ ചാർട്ട് തന്നെയാണ് എൻ്റെ സ്ക്രീനിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഓപ്ഷൻ ചാർട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. 25,350 അറൗണ്ട് 180 ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ 150ൽ 55 സ്ക്വയർ ഓഫ് ചെയ്താണ്. പക്ഷേ അത് നമ്മൾ വെക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സും ആ ഒരു റിസ്ക് എടുത്തത് കൊണ്ട് തന്നെ ബുക്ക് ചെയ്തു. മേ ബി 155 ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. പ്രീവിയസ് ഡേ വന്നിട്ടുള്ള ഒരു ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവലാണ് അറൗണ്ട് 150 160 ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് സഡനായിട്ട് ഇതേപോലെ ഒരു ഫോൾ താഴോട്ടാണ് വന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് പാനിക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സേഫായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് വൺസ് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ്സ് നമ്മുടെയാണ്. അപ്പോൾ അത് റിയലൈസ് ചെയ്യാത്തിടത്തോളം ആ റിസ്ക് എപ്പോഴും ഉണ്ട്. ഈവൻ ദോ നമ്മൾ പ്രോഫിറ്റിലാണെങ്കിൽ പോലും ആ റിസ്ക് നമുക്കുണ്ട്. സഡനായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. ആ ഒരു നോളേജിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ സർവൈവ് ചെയ്യാനും വലിയ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് കിട്ടാനാണ് ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ട് ഈ ഒരു നമ്മുടെ ഒരു ചാനൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതല്ലാതെ ഈ ഒരു ട്രേഡിംഗ് കൊണ്ട് ഇതിങ്ങനെ കാണിക്കണം എന്നല്ല. അതിനേക്കാൾ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആക്കാൻ ഒരാൾക്ക് പറ്റുക, ആസ് എ ട്രേഡർ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത്. മേ ബി ഇന്നത്തെ അഗൈൻ ഒരു ബ്രേക്ക് ഔട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25,400 ലെവൽ ബ്രേക്ക് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അഗൈൻ ഒരു റെസിസ്റ്റൻസ് ലെവൽ അറൗണ്ട് 430 ലെവൽ അല്ലെങ്കിൽ ഒരു 440 ലെവൽ, ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ 500 ഉറപ്പായിട്ടും വരും. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും തുടർന്ന് വീഡിയോസ് വാച്ച് ചെയ്യുക. ഈ ഒരു വീഡിയോ തന്നെ തുടർന്ന് റിപ്പീറ്റഡായിട്ട് വാച്ച് ചെയ്യുക, സെയിം വീഡിയോ തന്നെ. എങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് തലയിൽ രജിസ്റ്റർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ദിവസങ്ങളിലും അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ആസ് എ ട്രേഡർ നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.